നീലു ഓഫീസിൽ പോവാണോ? എന്റെ നീലു അവക്ക് എവിടെ ഓഫീസിൽ പോകാൻ നേരം? എപ്പോഴും ലീവാണ്. എന്റെ നീലമ്മ കൂട്ടുകാരുടെ അനിയത്തിയുടെ കല്യാണം അതിന് പോന്നേനാ. ബാഗ് ആയിട്ടാണോ കൊച്ചു കല്യാണത്തിനാണ്? ആ അതെ, എനിക്ക് കല്യാണത്തിന് ചെന്നിട്ടിടാനുള്ള കുറച്ച് ഫാൻസി ഐറ്റംസും പിന്നെ ചെന്നിട്ട് കൊച്ചിന് കുറച്ച് വളയും മാലയൊക്കെ വാങ്ങിച്ചിട്ട് ചെല്ലാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കിട്ടുകൊണ്ട് പോണ്ട്. കൂട്ടുകാരിക്കും അല്ലേ? അല്ല അവർക്ക് വാങ്ങിക്കാൻ അവിടെ വേറെ ആരുമില്ലേ? വളയും മാലയും കുറച്ച് സാധനങ്ങൾ. എന്റെ കൂട്ടുകാരുടെ അനിയത്തിയുടെ കല്യാണത്തിന് ഞാൻ സാധനം വാങ്ങിച്ചിട്ട് പോകുന്നതിന് മമ്മിക്ക് എന്താ പ്രശ്നം? എന്തൊരു പ്രശ്നമുണ്ട് നീലമ്മ? ആ ഹൈമ, നമ്മളെ ചെറുപ്രായത്തില് ഈ കൂട്ടുകാരികളുടെ കല്യാണത്തിനൊക്കെ നമ്മളല്ലേ എല്ലാ കാര്യത്തിനും മുൻപന്തിയിലേക്കണേ. എല്ലാം വാങ്ങിച്ചിട്ട് വരുന്നതും കൊണ്ട കൊടുക്കുന്നതും ഒക്കെ നമ്മളായിരിക്കില്ലേ? അതുപോലെ തന്നെ നീലമ്മ പോയിട്ടുണ്ടാവും, മമ്മി പോവാൻ സാധ്യതയില്ല. മമ്മി പണ്ടേ ഭയങ്കര പഠിച്ചിയാ. ആണാ? അത് നീ എവിടെയും പോണേ കേടിയാത്ത് കൂട്ടുകാരിയുടെ കല്യാണത്തിന്റെ പെരുമ്പറ അമ്മയും മോളും തമ്മിൽ അടിക്കാൻ നിൽക്കണ്ട. കൊച്ചു ഓഫീസിലേക്ക് അല്ല, കൊച്ചു കല്യാണത്തിന് പോണല്ലേ? വരണുണ്ടോ അങ്ങോട്ട്? ഞാൻ പോട്ടെ. ഓ നീ കല്യാണത്തിനോ അടിയന്തരത്തിനോ എവിടെയാന്ന് പോയിക്കോ, വേഗം വരണം. താങ്ക്സ്. പോ നീലമ്മ. ഈ കാറൊക്കെ ഇവിടെ ഉണ്ടായിട്ടേ ഡ്രൈവിംഗ് ഒന്നും പഠിക്കാതെ ഇങ്ങനെ ബസ്സിലൊക്കെ പോണത് കഷ്ടാണ്. ഞാൻ അന്നേ പറഞ്ഞ ആ ഡ്രൈവിംഗ് കറക്റ്റ് പഠിച്ചിരുന്നെങ്കിൽ ബസ്സിൽ പോകേണ്ട വല്ല ആവശ്യമുണ്ട്. വണ്ടി എടുത്ത് പോന്നീല് പറഞ്ഞ കറക്റ്റ് അല്ലേ? ഇനി ഡ്രൈവിംഗ് പഠിക്കും. എനിക്ക് കാറും ആർഭാടൊന്നും ഇഷ്ടമല്ല. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടി ബസ്സിലാ കാറ്റൊക്കെ കണ്ട് പാട്ടൊക്കെ കേട്ട് അതാ എനിക്കിഷ്ടം. അതിലുമാ എന്തൊരു അഹങ്കാരം നോക്കിയ പെണ്ണി. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ. വാ, ബസ്സിൽ പോകുന്ന അഹങ്കാരമാണോ? അഹങ്കാരമൊന്നുമല്ല, നമ്മളൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ബൈ 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 ബൈ. നിന്റെ ഈ പ്രായത്തിലുള്ള കുട്ടികൾ അതിന് ഈ വൈറ്റമിൻസ് തിന്നണം, അല്ലെങ്കിൽ വളരില്ല. പുസ്തകത്തെ ഫ്രൂട്ട്സ് തിന്നേ പറ്റത്തുള്ളൂ. എന്നിട്ടാണ് ചേട്ടൻ മാത്രമേ നീങ്ങുന്നത്. അപ്പൊ നീ തിന്നുന്നില്ലേ? എന്റെ പൊന്നു കൊച്ച, നീ ഇങ്ങനെ കഴിക്കാന്ന് ഇരിക്കരുത് കേട്ടോ. നീ എന്തിനാ ആഹാരം എടുത്തിട്ട് പുറകെ നിൽക്കുന്നത്? വേണമെങ്കിൽ എടുത്ത് തിന്നെ. അമ്മ കേട്ടോ, ഞാൻ പറഞ്ഞു കൊടുത്തോളാം എന്റെ ഫ്രൂട്ട്സ് എല്ലാം എടുത്ത് തിന്നു. കൂടി പോയ അമ്മ രണ്ട് തല്ലിയല്ലോ, ഇത്രയേ ഉള്ളൂ. ഞാനങ്ങ് തയ്ച്ചു. എന്നിട്ട് നന്നാച്ചില്ലല്ലേ? നന്നാവാൻ വേണ്ടിയാണ് കഴിച്ചോണ്ടിരിക്കുന്നത്. ഓക്കെ ആ ചേടി ഇവിടെ അപ്പുറത്ത് വന്ന ആളെങ്ങനെ ഇപ്പുറത്ത് കാണുന്നേ? ഇന്ന് രാവിലെ ഒക്കെ ഒരു കല്യാണത്തിന് പണ്ട് പോയതാണ്, ഇതുവരെ കാണാനില്ല. പിന്നെ കാണാതായപ്പോ ഞാൻ വിചാരിച്ചു ഇവിടെ വന്നിട്ടുണ്ടാവും. കല്യാണത്തിന് പോയാ? ഓ ആ പിന്നെ ചേച്ചി പോയി കാണും. അല്ല, അങ്ങനെയാണ് ഞാൻ ഫോൺ വിളിച്ചവള് ഫോൺ എടുക്കണ്ടേ? ഫോൺ വിളിച്ചാ? ഓ, പിള്ളേരെല്ലാം കൂടെ കിടന്ന് ഭയങ്കര ബഹളമായിരിക്കും. കല്യാണത്തിനല്ലേ പോയത്, ചട്ടി വടിച്ച് നക്കിട്ടേ വരത്തുള്ളൂ, ഒന്നാമത്തെ കാര്യം. പിന്നെ എല്ലാം കൂടെ കിടന്ന് ബഹളം ഉണ്ടാക്കും. ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ മൈൻഡ് പോലും ചെയ്യില്ല. അല്ലെങ്കിൽ അങ്കിൾ വിളിച്ച ഫോണൊന്നും തിരിച്ചെടുക്കത്തില്ല. അത് മോൾക്ക് എങ്ങനെ അറിയാം? ഞാൻ എപ്പോഴേ കണ്ടിട്ടുള്ളേ. അല്ലെങ്കിൽ അവള് പറയുന്നതിലും കാര്യമുണ്ട് കേട്ടാ. ഞാനും കണ്ടിട്ടുണ്ട്. ചേച്ചി ഫോൺ എടുക്കത്തില്ല. അങ്ങനെ ഭയങ്കര ഉപദേശമാണെന്നാണ് ചേച്ചി പറയുന്നത്. ഞാൻ അച്ഛനല്ലേ, ഞാൻ അച്ഛനായപ്പോ പിന്നെ വിളിച്ച ഉപദേശിക്കാണ്ടിരിക്കുവോ? അത് കറക്റ്റ് അല്ലേ ഞാൻ ചെയ്യുന്നത്? പക്ഷെ ഇപ്പോഴത്തെ ഒരു പിള്ളേർക്കും അത് ഇഷ്ടമല്ല. അപ്പൊ നീ ആ പിള്ളേരില് ഉണ്ണിക്കുട്ടൻ പെടില്ലേ? പെടും. എനിക്കും ഇഷ്ടമല്ല. ശരി. എന്താ പൊന്നങ്ങളെ, കല്യാണത്തിന് പോയതാണോ ചേച്ചി? ഓ, കല്യാണം കഴിഞ്ഞ ചേച്ചി ഇങ്ങ് വരും. അങ്ങള് വെറുതെ കിടന്ന് വിളിക്കാനും നിൽക്കണ്ട. ഒരു കാര്യം ചെയ്യും, ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടാം. പറയണേ? എന്താന്ന് പറഞ്ഞിട്ട് നോക്കണം, ഇത്ര ലേറ്റ് ആണ്. വരുമെന്ന് പറയട്ടാ. ശരി അങ്ങളെ. മറന്നുപോയി, പണ്ടത്തെ ഓർമ്മയില്ല. ഒറ്റക്കിനും തിന്നാൻ പറ്റില്ല, എനിക്ക് അല്ലെങ്കിലേ ഈ കല്യാണത്തിന് ഒത്തുകൂടുന്ന ഫ്രണ്ട്സ് എല്ലാം കൂടെ ട്രിപ്പ് പോണ ഒരു പരിപാടി ഇപ്പൊ സ്ഥിരമാണ്. അല്ല, ഒന്ന് പറഞ്ഞിട്ട് പോകണ്ടെന്ന്? അതൊന്നും പറയത്തൊന്നുമില്ല. ഡെസ്റ്റിനേഷൻ എത്തി കഴിയുമ്പോൾ വിളിച്ചു പറയും. ഡെസ്റ്റിനേഷനാ? അത് എവിടെ വെച്ചിട്ട് പോണ്? ചിലപ്പോ മൂന്നാറ്, കൊടൈക്കനാല്, ഊട്ടി, ചിലപ്പോ അങ്ങ് കാശ്മീർ വരെ പോകും. പറ്റില്ല. ഡെസ്റ്റിനേഷൻ പറഞ്ഞാൽ അവിടേക്ക് എത്തുവോ? കാശ്മീരി ഒന്നും പോയിട്ടില്ല, അതുകൊണ്ട് വരുന്ന ചേച്ചി. എല്ലാവരോടും നീ കല്യാണത്തിന് പോയി എന്താ വന്നില്ല പറഞ്ഞ് നോക്കിക്കൊണ്ട് നിൽക്കാണ്. കല്യാണത്തിനോ? അപ്പൊ ചേച്ചി കല്യാണത്തിനല്ലേ പോയത്? ഞാൻ കല്യാണത്തിന് പോയതാ. നല്ല കല്യാണമായിരുന്നു. കല്യാണം നല്ലതായിരുന്നു അതോ കല്യാണത്തിന് വെച്ചാൽ ഫുഡ് നല്ലതായിരുന്നു? കല്യാണം നല്ലായിരുന്നു, ഫുഡും മോശമല്ലായിരുന്നു, നല്ലായിരുന്നു. ആകെ വിട്, ഞാൻ നിന്നെ ഫോൺ വിളിച്ചിട്ട് എന്താ എടുക്കാത്തത്? അപ്പൊ എന്നെ വിളിച്ചാ? അത് ശരി. അപ്പൊ നീ ഫോണേ നോക്കിയിട്ടില്ലേ? കല്യാണത്തിന്റെ തിരക്കിനിടയ്ക്ക് ഫോൺ നോക്കാൻ പറ്റിയില്ല പപ്പാ. ആരൊക്കെ വിളിച്ചിട്ടുണ്ടോ എന്തോ നോക്കുന്നു. അത് അമ്മയാണെന്ന് വിളിച്ചല്ലേ. സദ്യന്ന് കണ്ടു കഴിഞ്ഞാൽ കമന്ന് അതുകൊണ്ടല്ലേ പേപ്പർ എടുത്തു തുണ്ടാടേ. ക്ലാസ് കയറാത്ത നിനക്കത് ബിറ്റാന്നൊക്കെ തോന്നും. പിന്നെ എന്തരുത്? എടാ, പഠിച്ച കാര്യമൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർത്തെടുത്തിട്ട് അത് എഴുതി വെക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്.
ബസ്സിൽ കുറെ സമയം ഉണ്ടായിരുന്നു, ഞാൻ തച്ചിലിരുന്ന് അങ്ങ് എഴുതി. പഠിപ്പിസ്റ്റ്. ദിയ പണ്ടേ ഭയങ്കര പഠിപ്പിച്ചായിരുന്നു അല്ലേ പപ്പ? നീ സമ്മതിച്ചിട്ടാ, നീ ഇത്രയും മുമ്പ് ഇവിടെ പഠിച്ച കാര്യങ്ങൾ ഇപ്പോൾ ഓർത്ത് എഴുതാന്ന് പറഞ്ഞ പ്രൗഡ് ഓഫ് യു മൈ ഗേൾ. പഠിച്ചതൊന്നും ഞാൻ മറക്കില്ലല്ലോ പപ്പ. വെരി ഗുഡ്, താങ്ക് യു. ബ്രില്യന്റ്. ഞാനേ ഇന്നൊന്ന് റെസ്റ്റ് എടുക്കട്ടെ, സദ്യ കഴിച്ചിട്ട്. ഓ ബ്രില്യന്റ് കേട്ടാ, പഠിപ്പിച്ചാണ്. ഞാൻ നോക്കിട്ട് വരാം. ശരി അങ്കിളെ. ബ്രില്യന്റ്. ഇരിക്കട്ടെ. ബ്രില്യന്റ് ബ്രില്യന്റ് ബ്രില്യന്റ്.